ടഫൻ ഗ്ലാസ് നിർമ്മാണ വിപണന രംഗത്തെ മുൻനിര ബ്രാൻഡായ ലാൻഡ്സെറ്റ് ഗ്ലാസിന്റെ പുതിയ ഫാക്ടറി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫർണസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നതും ദക്ഷിണേന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഉൽപാദനശേഷിയുള്ളതുമായ ഫാക്ടറിയാണ് കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഫാക്ടറിയുടെ ഉദ്ഘാടനം കൂത്തുപറമ്പിലെ KSIDC വ്യവസായ പാർക്കിൽ നടക്കുകയാണ്. To make this morning a blessed one, let's light the of darkness. ഈ തിരുനാളത്തിന്റെ വെളിച്ചം പോലെ തന്നെ ജ്വലിക്കട്ടെ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സ് പുതിയൊരു പോസിറ്റീവ് മൈൻഡായി ഐശ്വര്യവും സമൃദ്ധിയും നമ്മളിൽ ഓരോരുത്തർക്കും എത്തട്ടെ. ഡാൻസ് ക്ലാസ്സസിലും എത്തട്ടെ. To bring prosperity to ours, yours and also to the Lancet class and the whole team. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി തന്നെ ഗ്ലാസ് ഇൻഡസ്ട്രിയുടെ ഈ ചേഞ്ച് നമുക്ക് 3 രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഒന്ന് ടഫണിംഗ് ആണ്. ഇപ്പോൾ അനിയൻ്റെ ഗ്ലാസിൻ്റെ ഉപയോഗം ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. സാധാരണ രീതിയിൽ ഒരു ചെറിയ കടയിൽ നിന്ന് മെഷർമെൻറ്റ്സ് കൊണ്ട് ഗ്ലാസ് വാങ്ങിക്കുന്ന ആ ഒരു ബിസിനസ് ട്രെൻഡ് പാടെ മാറി. ഇന്ന് ടഫൺ ഗ്ലാസിൻ്റെ ഉപയോഗം വല്ലാതെ കൂടിക്കൂടി വരികയാണ്. അനിയൻ്റെ ഗ്ലാസിൽ നിന്ന് ടഫൺ ഗ്ലാസിൻ്റെ കൺവെർഷൻ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഈ ആദ്യപടി അത് ടഫൺ ഗ്ലാസിലേക്ക് മാറി. സേഫ്റ്റി എന്ന ഒരു ആംഗിളിലാണ് ടഫൺ ഗ്ലാസ് പറയുന്നത്. സേഫ്റ്റി എന്നതിനേക്കാൾ ഉപരി അത് സ്ട്രോങ് ആവുകയാണ് ഗ്ലാസ്. അതുകൊണ്ട് പൊട്ടാനായിട്ടുള്ള സാധ്യതകൾ കുറയുന്നു. ഇനി ബ്രേക്ക് ആയാൽ തന്നെ അത് വളരെ ചെറിയ ചെറിയ പീസായിട്ട് പോകുന്നു. അതുകൊണ്ട് ഷാർപ്പ് എഡ്ജ്, വലിയ എഡ്ജുകൾ കൊണ്ടുള്ള ഇഞ്ചുറി ഇല്ലാതാവും. അതാണ് ടഫൺ ഗ്ലാസിൻ്റെ സേഫ്റ്റി ആസ്പെക്ട്സ് എന്ന് പറയുന്നത്. ശരിക്കും വലിയ രീതിയിലുള്ള ഗ്ലാസ് പാനൽ ധൈര്യമായി ഉപയോഗിക്കാം. കാരണം ഗ്ലാസിൻ്റെ സ്ട്രെങ്ത് കൂടുതലാണ് ടഫണിങ്ങിലുള്ളത്. രണ്ടാമത് വരുന്ന കാര്യം ഇൻസുലേറ്റഡ് ഗ്ലാസ് യൂണിറ്റ്സ് ആണ്. നമ്മൾ ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസ് യൂണിറ്റ് വയ്ക്കും. അത് ചൂട് കുറയ്ക്കാനായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് ഡബിൾ ഗ്ലേസ്ഡ് ഗ്ലാസിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അക്വസ്റ്റിക് സൗണ്ട് പ്രൂഫ് എഫക്റ്റ് നമുക്ക് കിട്ടും. ലാമിനേഷനാണ് യഥാർത്ഥ സേഫ്റ്റി ആസ്പെക്ട്സ് കൊണ്ടുവരുന്നത്. ലാമിനേറ്റഡ് ഗ്ലാസ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ജനലുകൾക്ക് ഒരു കാരണവശാലും പണ്ടത്തെ പോലെ കമ്പി ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രില്ലിൻ്റെ ആവശ്യമില്ല. പർഗോണുകൾക്ക് നമുക്ക് ഗ്രില്ലിൻ്റെ ആവശ്യമില്ല. കോൺക്രീറ്റിൻ്റെ ബീമുകൾ അടുപ്പിച്ചടുപ്പിച്ച് സേഫ്റ്റിക്ക് വേണ്ടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്നും എത്രത്തോളം ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ട്. ഇന്നും ആളുകൾ ലാമിനേറ്റഡ് ഗ്ലാസ് വലിയ യൂണിറ്റ് വയ്ക്കുമ്പോഴും ജനലിന് ഒരു സേഫ്റ്റി ഗ്രില്ല് അതിൻ്റെ ഉള്ളിൽ പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ ആവശ്യം ശരിക്കില്ല. നല്ല രീതിയിൽ ലാമിനേറ്റഡ് ഗ്ലാസുകൾ ചെയ്യുവാണെങ്കിൽ അത് 100% സേഫാണ്. ഒരു കാരണവശാലും ബ്രേക്ക് ചെയ്ത് അകത്തേക്ക് കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യവസായത്തിൽ വരുന്ന വ്യത്യാസം ഈ 3 രീതിയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യണം. എന്നാൽ മാത്രമേ ഇന്നത്തെ യുവതലമുറ അവരുടെ എക്സ്പെക്ടേഷൻസിനെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടഫൺ ഗ്ലാസിനെ കുറിച്ച് പറഞ്ഞു, ഇൻസുലേറ്റഡ് ഗ്ലാസ് യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു, അതുപോലെ ലാമിനേറ്റഡ് ഗ്ലാസ് യൂണിറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത ഈ ലാൻഡ്സെറ്റിൻ്റെ ഏറ്റവും പുതിയ ഈ പ്ലാന്റിലാണ് ഈ 3 ഫെസിലിറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ് എന്ന് പറയുന്നത് അതിശയോക്തിയല്ല. ഇന്നിവിടെ അനാച്ഛാദനം ചെയ്ത ലാൻഡ് ഗ്ലാസ് സൈക്ലോൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ 3ാമത്തെ പ്ലാന്റാണ്. ഇതിന് മുമ്പ് 2 വന്നത് ഇതിലും ചെറുതാണ്. അതിൻ്റെ ബെഡ് സൈസ് എന്ന് പറയുന്നത് 6 മീറ്റർ ബൈ 3 മീറ്ററാണ്. ഇന്നിവിടെ നമ്മൾ ഇനാഗുറേറ്റ് ചെയ്ത ഈ സൈക്ലോൺ ഫർണസ് എന്ന് പറയുന്നത് 7 മീറ്റർ 3 മീറ്റർ 7/3 സൈസിൽ ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പ്ലാന്റാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്ലാന്റ്.